കളറൊക്കെ കുഞ്ഞാമ്മ രാവിലെ എണീക്കുമ്പോ കഴിക്കണ മതി. ഇന്നലെ ഒരു കുഴപ്പമുണ്ടായി. ഒരുപാട് വൈകിട്ടാണ് വരുന്നത്. ക്ലാസ്സും തുടങ്ങിയ ശേഷമാണ് എത്തുന്നത്. അസംബ്ലിക്കും കൂടി എത്തുന്നില്ല. അതുകൊണ്ട് 8:40 8:45 ഉള്ളില് എടുക്കണ്ട ഞാൻ പറഞ്ഞു. രാവിലെ ചൊറിഞ്ഞിട്ട് ഇപ്പൊ ഒന്ന് എടുക്കാൻ വന്നിട്ട് തുടങ്ങി ചൊറിച്ചല്. പെട്ടെന്ന് പിണങ്ങും, പെട്ടെന്ന് ഇണങ്ങും. ഞാൻ പെട്ടെന്ന് ഇണങ്ങൊന്നുമില്ല. നടു രാത്രി പൂച്ച കട്ടിടുന്ന പോലെ ഉണ്ടാവും. ഇതിന് തുറക്കണ ഒച്ചയേക്കാം നടു രാത്രിയില്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. സമയം എന്താണ്ട് 6:30 ആയിട്ടുള്ളൂ. രാവിലത്തെ അംഗം വാക്കുട്ടി പറ. സന്തോഷായിട്ട് ചേച്ചിട്ട് പറ. ഞാനൊക്കെ ഇന്ന് സാറ്റർഡേ ആണ്, ഞാനൊക്കെ ഇന്ന് സ്കൂളിൽ പോണം, ഞാനൊക്കെ ഇന്ന് ചീത്ത കേൾക്കാണ്ടിരിക്കണം, നേരത്തെ പോണം. ചീത്ത കേൾക്കില്ല തൊത്തുന്നു കേട്ടോ. ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യും. വേഗാവട്ടെ, ഏടയ്ക്ക് കഴിക്കാൻ പറഞ്ഞു കേട്ടോ. താഴത്ത് കറിയല്ലേ എനിക്ക് എന്തൊരു കഷ്ടം. Good morning guys. Welcome to vlog. ഒക്കെ നമ്മൾ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങാണ്. അതിനാ സങ്കടം അല്ലല്ലോ, അച്ഛന്മാര് ഗുഡ് മോർണിംഗ് കാസ്റ്റ് പറയുകയും ചെയ്യും. നാളെ മാത്രം ഇടയ്ക്കിടയ്ക്ക് ലയിപ്പിക്കുകയും ചെയ്യും. നേരത്തെ എണീറ്റിട്ട് റെഡിയാക്കാം. നന്നായി. ഞാൻ കാരണം വൈകിയാണെങ്കിൽ എനിക്ക് നീക്കാൻ വയ്യ. നിങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ താഴത്ത്. ഞാൻ കാരണമല്ല വഴിക്കുന്നത്. നിർത്തരുത്, രാവിലെ തന്നെ തുടങ്ങണത്. കണ്ണു പോണ്ട്. അറ്റാക്ക് ഗൈസ്, എന്നെ അറ്റാക്ക് ചെയ്യാണ് ഗൈസ് രാവിലെ തന്നെ. കണ്ണു പോണ്ടിട്ടോ. വീട് ശ്രദ്ധിക്കാൻ ഇതിക്ക് നോക്കണ്ടല്ലോ. ഇവിടെ വരല രാവിലെ തന്നെ. ഇങ്ങോട്ട് വരണ്ടേ? പിന്നെ ഞാൻ ഞങ്ങളുടെ വരണ്ടേ? കണ്ണു പോയിന്. ആരെങ്കിലും ഫ്ലാഷിലേക്ക് നോക്കാൻ പറഞ്ഞു. മനുഷ്യന് വയ്യാതെ നീട്ട് പോണം. അതിനും മുടക്കാൻ നിൽക്കണം വിടാനായിട്ട്. ഞാനെന്താ മുടക്കുന്നത്? എടുക്കല്ലേ ഫ്ലാഷിങ്ങനെ എടുക്കാതിരിക്കണം. അതിനകത്ത് ഈ നമ്പറൊക്കെ കിടക്കുന്നേ. ഫ്ലാഷ് കണ്ണിലേക്ക് അടിച്ചു വന്ന സൺലൈറ്റ് അല്ലേ പോയി കണ്ണിക്ക് അടിക്കുന്നത്. അമ്മോ, പേര് മൃദുല തന്നെ അല്ലേ? അല്ല, ഉണ്ണികൃഷ്ണൻ എന്നാണ്. നാളെ പറ ചിരിക്കാ. എന്നാ ചിരിക്കണ്ടേ? കളറൊക്കെ കുഞ്ഞാമ്മ രാവിലെ എണീക്കുമ്പോ കഴിക്കണ മതി. കണ്ടോ പിന്നും കണ്ട്. ഞാനിപ്പോ വീഡിയോ എടുക്കരുത്, അതാണ് ഇപ്പൊ ഉദ്ദേശിച്ചത്. നമുക്കറിയില്ലാന്ന് വെച്ചാലേ. ഇനിയിപ്പോ ഈ വീഡിയോ ഗൈസ് അറ്റാക്ക്. ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് വേണം എനിക്കിട്ട് 2 ഡോസ് തരാൻ. അതിലവിടെ നിക്കണതേ. ഗൈസ്, നിങ്ങൾ എല്ലാരും കാണണം എന്റെ അവസ്ഥ. രാവിലെ ഈ 2 പെണ്ണുകളും കൂടി എന്നിട്ടിട്ട് കഷ്ടപ്പെടുത്തുന്നു. എന്താണ് അച്ഛടാ എന്തിനാ പാല് തരുന്നു? കുഞ്ഞാവേ, കുഞ്ഞാവ ഒറ്റയ്ക്ക് കുടിക്കാനേ ഉള്ളൂ. ഒറ്റയ്ക്ക് കുടിച്ചിരുന്നാണല്ലോ. വലുതാവും തോറും ചെറിയ കുട്ടിയാവാണോ? ഇങ്ങനൊക്കെ കൊടുക്കണോ? കുഞ്ഞു കുട്ടിയാവാ പറ. കാതിലും ഇതിലൊക്കെ ആവണില്ലേ അവിടെ? ഒറ്റയ്ക്ക് കുടിക്കാറിയാലോ. പിന്നെന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് കുടിക്കണം കേട്ടോ കൊട്ടാ. രാത്രി വാ, ഒറ്റയ്ക്ക് കുടിക്കാറുണ്ടല്ലോ. മടിയല്ല, കുടിക്കണം. അത് കുടിക്കണം. വാവേ, നമുക്ക് പാട്ട് പറഞ്ഞോണ്ട. ഒരു പാട്ട് കൂടെ പറഞ്ഞോണ്ട. കഴിഞ്ഞൊന്നും ഇല്ല, ഒറ്റ ഉള്ളൂ. കൊണ്ടട്ടെ എന്നാടെ കണ്ട. വാവേ ഒന്ന് കളിക്കലേ. അല്ല, ഞാൻ എത്ര വലുപ്പം വെച്ചോണ്ടപ്പോ കണ്ടോ കാലം കയറണ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. ഇന്നലെ ഒരു കുഴപ്പമുണ്ടായി. വാവക്കുട്ടീനെ സ്കൂളിൽ കൊണ്ടുപോയ നേരത്തെ പ്രിൻസിപ്പാള് എന്നെയും വാവക്കുട്ടീനെയും കൂടി പ്രിൻസിപ്പാളുടെ റൂമിലേക്ക് വിളിപ്പിച്ചു. ശേഷം കുറച്ച് ഡിസ്കഷൻ ഉണ്ടായി. നേരത്തെ വരണില്ല, വൈകിട്ടാണ് വരുന്നത്. ഒരുപാട് വൈകിട്ടാണ് വരുന്നത്. ക്ലാസ്സും തുടങ്ങിയ ശേഷമാണ് എത്തുന്നത്. അസംബ്ലിക്കും കൂടി എത്തുന്നില്ല. അതുകൊണ്ട് 8:40 8:45 ഉള്ളിൽ ക്ലാസ്സിലെത്തിയിരിക്കണം എന്നുള്ളതാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്.
കാരണം ആ കുട്ടീനെ ചീത്ത പറയില്ല, നമ്മളെ ചീത്ത പറയാം പാരൻസിനെ. കാരണം നമ്മളല്ല അതിനെ അവിടെ കൊണ്ടാക്കണത്, അതിനിപ്പോൾ ഒറ്റയ്ക്ക് പോകാനായിട്ടില്ലല്ലോ. നോക്കിയേ, ഇന്ന് നല്ല മഴക്കാറുള്ള ദിവസമാണ്. വെയിൽ കൊള്ളാണ്ട് നേരെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരാം. ചെന്നൈയിലൊക്കെ ഈ ഒരു അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ സ്വർഗ്ഗമാണ്, സ്വർഗം. അമ്മാതിരി വെയിലല്ലേ, വെയിലിൻ്റെ ചൂടും. ഏയ് ഇന്ന് വാവക്കുട്ടി സമയത്തിന് എത്തും സ്കൂളിലേക്ക്. ഇല്ലെങ്കിൽ എന്നും കൊളാവാറാണ്. ഇന്ന് കറക്റ്റ് നേരത്തിന് എത്തും. എന്താ ഇൻസർട്ട് ചെയ്തിട്ട് വിട്ടിരിക്കണേ? താത്ത് എന്താ കാട്ടണേ? താത്തിയുടെ പാൻറ് എന്തെങ്ങനെ അടിക്കണേ? എന്താ കന്നുകൂട്ടാൻ പോവാ? കണ്ടത്തിലേക്ക് ഇറങ്ങാൻ പോവാ പൊക്കി വെച്ചിട്ട് ആണാ? പോവാ ലഞ്ച് എടുത്തില്ലേ? അതേ നിൽക്കായിരുന്നില്ലേ? ലഞ്ച് മറന്നു. ചെറുത്തെന്തേ ലഞ്ച് കൊണ്ടുവരാത്തെ? പറേ ലഞ്ച് ബാഗ് മാട്ടണ്ടേ? തവിടെ വേണ്ട മാമുണ്ടെൻ്റെ ഉച്ചയ്ക്ക് നല്ല ഇൻസേർട്ട് ചെയ്തിട്ട് നല്ല രസമുണ്ടല്ലോ, കുഞ്ഞിക്കുമ്പൊക്കെ ആയിട്ട്. ഇതാണോ കുഞ്ഞിക്കുമ്പ? കുഞ്ഞിക്കുമ്പ. മമ്മി ഇതാ ബാഗും കൊണ്ട് വരുന്നു. മാട്ടു എടാ, പോണ വഴിക്ക് ഫുള്ള് ചളിയും ചേറുക. ബാഗുമ്മക്ക് തെറിക്കുന്നുണ്ട്. അല്ല അവിടെ ഇന്നോട്ടെ, ഞാൻ വെള്ളം ഇല്ലാത്തടത്ത് കൂടെ പൊക്കോണ്ട്. പക്ഷെ ഭയങ്കരമായിട്ട് തെറിക്കുന്നുണ്ട്. എത്ര എസ്കേപ്പ് ചെയ്താലും രക്ഷപ്പെടാൻ പറ്റാത്ത പോലെ ചളിയുണ്ട് ചില പോർഷനിൽ. എന്നാ കയറിക്കാ ചത്തുമണി. ഇന്ന് എന്തായാലും കുട്ടി കറക്റ്റ് സമയത്തിന് സ്കൂളിലെത്തി. അല്ലെങ്കിൽ എത്തൂലേ? കൃത്യമാണ്. എന്താ എല്ലാരും മുഖത്തെ ശരി. ഞാൻ ചീത്ത പറഞ്ഞ കാര്യം നന്നായല്ലോ. കറക്റ്റ് സമയത്തിനെത്തി. അസംബ്ലി തുടങ്ങിയിട്ടില്ല, ഒന്നും തുടങ്ങിയിട്ടില്ല. അതിന് മുമ്പ് ഞങ്ങൾ അവിടെ എത്തി. 8:15 പോയി. കഴിച്ചോ? ഈ ലോകത്ത് വൃത്തിയില്ലാത്ത ഒരേ ഒരു ജീവിയുള്ളൂ എൻ്റെ കണ്ണിൽ. ഈ മുതലുകൾ ഏതാ സാധനങ്ങളെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? പന്നികളാണ്, പന്നികൾ. പിഗ്. പിന്നെ എന്തൊക്കെയൊക്കെ പേരുകളുണ്ട്, പോർക്കെന്നും അങ്ങനെയൊക്കെ പറയും തോന്നുന്നുണ്ട്. ഇറച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ വളർത്തില്ലേ, ആ മുതൽപ്പെട്ടതാണ് ഇതൊക്കെ. ഇവിടെ വന്ന് കൂടി കുറേ നേരമായി വിറ്റ് തല്ലൂരിൽ തുടങ്ങിയിട്ട്. എത്ര കുട്ടികളാണ് എൻ്റെ? അപ്പോൾ 1 2 3 4 5 6. ചെറുപയർ ദോശയ്ക്കുള്ള മാവ് ഉണ്ടാക്കി. അതായത് ചെറുപയറാണിത്. ഇത് സാധാ അരിദോശയുടെ മാവാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പരിപാടി കഴിഞ്ഞു. ഇത് വെറും കാർബോഹൈഡ്രേറ്റ് ആണ്. ഇതിനകത്ത് അത്യാവശ്യം പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഷുഗർ ഉള്ളവർക്കും നന്നായിട്ട് കഴിക്കാൻ പറ്റിയ സാധനമാണിത്. സ്ഥിരം ഉണ്ടാക്കുന്ന സാധനമാണ്. എന്നാലും ജസ്റ്റ് നിങ്ങളെന്നെ കാണിച്ചു തന്നു മാത്രം. എവിടെ വെണ്ടക്ക? ഇതാ വെണ്ടക്ക, തക്കാളി, പരിപ്പ് സാധനങ്ങളൊക്കെ അമ്മ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചവച്ചവുണ്ട്. ഇതിൻ്റെ തോല് കളയണം. അമ്മയ്ക്ക് കൊണ്ട് കത്തി കൊണ്ട് ആവണില്ല. അതിനാ മറ്റേ സാധനം വെച്ച് ഇങ്ങനെ ഷേവ് ചെയ്യണതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ അത് ചെയ്യണം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു സാമ്പാർ വെക്കാനാണ് പ്ലാന്. നാളെ സൺഡേ ആണ്, നോൺ വെജ് ഡേ ആണ്. ചിലപ്പോൾ കൊണ്ടുവരാം, ചിലപ്പോൾ കൊണ്ടുവരുന്നുണ്ടാവില്ല. എനിവേ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള സാധനം കൊണ്ടുവന്നാലും ശരി, സൈഡായിട്ട് കഴിച്ചാൽ മതിയല്ലോ. മെയിനായിട്ടാണെങ്കിൽ പെട്ടെന്ന് തീരുമല്ലോ. മറ്റേത് 2 ദിവസം ഓടും. അതോ എടുക്കണ്ട, ഞാൻ പറഞ്ഞു രാവിലെ ചൊറിഞ്ഞിട്ട് ഇപ്പൊ ഒന്ന് എടുക്കാൻ വന്നിട്ട് തുടങ്ങി ചൊറിച്ചല്. ഞാൻ AC ഇടാൻ പാടില്ല, എത്ര 8000 രൂപ ബില്ല് വന്നു, ഇത്ര AC ഇടാൻ പാടില്ല. അങ്ങനെയാണ് ഇവിടെ മൂപ്പർക്ക് ഇവിടെ AC ഇട്ടിട്ടിരിക്കാം. നമ്മളിവിടെ പ്രഗ്നൻറ്റും ആണ്, ചൂടും സഹിക്കാൻ വയ്യ. ഞാൻ AC ഇടാൻ പാടില്ല. എന്താ ചൊറിച്ചല് രാവിലെ? എന്നിട്ട് എനിക്ക് ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുന്ന രാവിലെ തന്നെ. ഇന്നിപ്പോ അത്ര ചൂടില്ല, അതുകൊണ്ടാണ് ഞാനവിടെ AC ഇടാത്ത. ഇന്നിപ്പോ ചൂട് ഇത്തിരി കുറവായ പോലെ തോന്നല് എനിക്ക്. അല്ലെങ്കിൽ ഫാന് ഫുൾ സ്പീഡ് ഇട്ടാലും വേർത്ത് കുഴിക്കണ്ട്. ആ മറ്റേ ഫാൻ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെ മനസ്സ് വന്നിങ്ങനെ പറയാൻ നിങ്ങൾക്ക്? ഞാൻ ഇടാൻ പാടില്ല, എത്ര ഗുരു വന്ന് ഇടൂട്ടെ. ഇപ്പം എഡിറ്റിംഗ് ഒക്കെ നിങ്ങൾ തന്നെ ആവശ്യത്തിൽ മാത്രം എടുക്കും, ബാക്കിയൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കും. ഇല്ല, ഞാനിത് മൊത്തം ഇടും. ഇട്ടോളേ, കുഴപ്പമില്ല. ഞാൻ ഉള്ളത് പറയുന്നത് ചെയ്യും. നാളെ എങ്ങനെ മനസ്സ് വരുന്നതാവും. പ്രഗ്നൻ്റ് ആണ്, ഇരട്ടി ചൂട്. ഡോക്ടർ പറഞ്ഞ് കേട്ടത് തന്നെയല്ലേ അടുത്ത് വന്നിട്ട്. അതാണ്ട് പറയുമ്പോൾ നീ എത്ര കാലമായി പ്രഗ്നൻ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പറഞ്ഞിട്ട് വേറൊരു ചാട്ടം. ഇതാണെന്ന് രാവിലെ തന്നെ നമ്മൾ വീട്ടും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വന്ന് വീഡിയോ എടുക്കാൻ വന്നു. അതിൽ മാത്രം ഞാൻ വേണം. 24 hours ഞാൻ ഇടാറില്ല. അവിടെ നിങ്ങൾ ഇടുന്ന സമയത്ത് ഞാൻ അവിടെ എത്രയോ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഓഫ് ചെയ്തിട്ട്.
വേർത്തൊലിച്ച് അറിയാം നന്നായിട്ടേക്ക് വേർത്തൊലിച്ചാൽ ചുമയ്ക്കാൻ തുടങ്ങും. എന്നിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ ആ 2 ഫാൻ വെച്ചിട്ടേക്ക് മതിയാവണില്ല. എന്തോ കുറച്ച് ചൂട് കുറവായ പോലെ ഭാഗ്യത്തിനുണ്ട്. ഫുള്ള് മഴക്കാറാണ്. അതുകൊണ്ട് ഒരു ഇതുണ്ട്. അല്ലെങ്കിൽ മഴക്കാരായാലും ഉണ്ടാവും പുഴുക്കൽ. ഇന്നിപ്പോൾ അത്ര അങ്ങനെ കാണാനില്ല. കുഞ്ഞു കുട്ടികളുടെ മനസ്സാണേ കുഞ്ഞാവേനെ പോലല്ലേ, പെട്ടെന്ന് പിണങ്ങും, പെട്ടെന്ന് ഇണങ്ങും. ഞാൻ പെട്ടെന്ന് ഇണങ്ങൊന്നുമില്ല. പിണങ്ങ തന്നെ എന്താണെങ്കില് ഇണങ്ങില്ല. അങ്ങനെ മുറി വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ. എന്താണെങ്കില് 1:30 മണി കഴിഞ്ഞു. ഇപ്പോഴാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങണത്. വിശപ്പ് സഹിക്കാൻ കഴിയാത്ത ഒരാളിതാ ചോറ് തിന്നാൻ പോണു. സമയത്തിന് കണ്ട സമയത്തിന് ഉണ്ടാക്കി എഴുതിയൊന്നും പറ്റില്ല. ഞാനൊക്കെ വർക്കുണ്ടേ. എനിക്ക് വയറില്ല. ഞാൻ കഴിക്കാൻ പോകാം. ഞങ്ങൾ സാമ്പാറൊക്കെ കൂട്ടി കഴിച്ചോണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഒരു കുഴപ്പമില്ല. ഒരു ഫീലിംഗ് ഒന്നും ഇല്ലല്ലോ. എന്നൊക്കെ ഒന്ന് സഹിക്കാനേ നിർത്തുള്ളൂ. സഹിക്കുന്നില്ലേ? ഇതാണ് സഹിക്കാനുള്ളത്. ബാക്കി നാളെ ചിരിക്കേ. എങ്ങനെയുണ്ട് സാമ്പാർ ഉണ്ടാക്കല് നോക്കിയേ. സാമ്പാറിന്റെ കഷ്ണങ്ങൾ ഇവിടെ വേവിക്കണു, പുളി ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കണു. ഇല്ലെങ്കിൽ അത് വേവൂല പച്ചക്കറീൻ്റെ ഇടയിൽ മിക്സ് ചെയ്താൽ. എൻ്റെ സാമ്പാർ ഉണ്ടാക്കലൊക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. സ്ഥിരമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കി വരുന്ന ഒരു മെത്തേഡ് പോലെയല്ല ഞാൻ ഉണ്ടാക്കുക. യുണീക്ക് ആയിരിക്കും, ക്രിയേറ്റീവ് ആയിരിക്കും. ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ ലോക പരാജയമായിരിക്കും. എന്തേ ചോറിന് തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിട്ട് ചോറ് അങ്ങോട്ട് ഇളകിയിട്ടില്ലല്ലോ ഒരു സൈഡിൽ നിന്ന്. സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണെന്ന് തോന്നുന്നു. അല്ലേ കുഞ്ഞാവിൻ്റെ മാതിരി ഓരോ ഒറ്റയായിട്ട് തിന്നിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. നാളെ ചിരിക്കാട്ടോ, ഓർമ്മിപ്പിക്കണേ. അമ്മോ, ഇന്ന് കുട്ടീനെ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേ പ്രിൻസിപ്പാള് പുറത്ത് വെക്കുന്നുണ്ട്. എന്നുള്ള ആ എക്സ്പ്രഷൻ കാണണ്ടായിരുന്നു. കാരണം അത്ഭുതമായിരിക്കും അവളെ സമയത്തിന് കയറി ചെല്ലും കണ്ടിട്ടേ. കേട്ടോ അമ്മ? അങ്ങനെ പറയുള്ളൂ. അല്ല അതിനെ പറയണേ കൊണ്ടുപോകണം. അതിന് പോകാനായിട്ടില്ലല്ലോ. അതിനറിയാനായിട്ടില്ല. അപ്പൊ നിങ്ങളാദ്യം പുറപ്പെട്ട് കൊണ്ടുപോകണേ. അവരുടെ മുഖത്തൊരു സന്തോഷം കാണണം. ഈ വേനൽക്കാലത്ത് ഒരു മഴ പെയ്യുമ്പോ ഒരു സന്തോഷം ഉണ്ടാവില്ല എല്ലാവർക്കും. അതുപോലെ സീതക്കുട്ടി എന്നാ പറയണേ, ടീച്ചർക്കാ. പ്രിൻസിപ്പാള് അവരൊക്കെ പുറത്തുള്ളത്. എല്ലാ കുട്ടികളും വരുന്നതിന്റെ മുമ്പ് എത്തിക്കണം നമ്മളെ കുട്ടി. അതെ, അതാണ് എല്ലാരും. ബാക്കിയുള്ളൊരു ക്ലാസ്സിൽ ഉണ്ടാവുമായിരിക്കും. പണ്ട് അങ്ങനെ തന്നെ ആയിരുന്നു പോയിരുന്നത്. എവിടെ ഇയാളുടെ അവിടെ കാലത്ത് വൈകിട്ട് തന്നെ പോയിരുന്നു. അല്ല ഞാൻ നേരത്തെ സ്പെഷ്യൽ ക്ലാസ് പോകുന്ന സമയത്ത് അവളെ എൻ്റെ കൂടെ ആയിരിക്കും. ആരും വന്നിട്ടുണ്ടാവില്ല. അവളെ എൻ്റെ ക്ലാസ്സിലായിരിക്കും. എപ്പോഴൊന്നും ലേറ്റായിട്ട് പോക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇയാള് 5ാമത്തെ മാസമായിട്ട് കുറച്ച് സ്ട്രഗിൾ ഉണ്ട് രാവിലെ ചോദിച്ചപ്പോ. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആവണമെന്ന്. എന്താണ് റീസൺ വെച്ചാലും 8:40 to 8:45 അതായത് ശരി നിർണ്ണയ ആയിക്കോട്ടെ. കഴിച്ചില്ലെങ്കിൽ നീട്ട് ചെയ്യാനേ. അവള് ചീത്ത കേൾക്കരുത്. ഞാൻ വേണമെങ്കിൽ സാക്രിഫൈസ് ചെയ്തോളാം. അതാണ് വഴിയില്ല. 2:15 നേരം. ചോറുണ്ണാൻ പോണ നേരമാണ്. വിളമ്പ തുടങ്ങണേ ഉള്ളൂ. എങ്ങനെയുണ്ട് സാമ്പാർ? വായിൽ വെച്ചിട്ടില്ല. ഇന്നൊന്ന് വായിൽ വെക്കാവോ? അതാ കൊണ്ട് സാമ്പാറിൽ വിളമ്പിട്ടോ. നന്നായിട്ടുണ്ട്. എന്താ തെളിച്ചില്ലാത്ത മുഖത്ത്? നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞൂടെ? ചോറിന് അങ്ങനെ തന്നെ പറയാം. കുറച്ച് കഴിയുമ്പോൾ കാണാം. പാത്രം കാലിയാക്കുമ്പോൾ മനസ്സിലാക്കാം. മാഡത്തിന് സാമ്പാർ ഇഷ്ടമായിട്ടില്ല അല്ലേ? ചോറില്ലാതെ സാമ്പാർ കൂട്ടിനെ കണ്ടാൽ മനസ്സിലാക്കാം. കുടിച്ചെടുക്കാം. ഇഷ്ടായി. അത് ചപ്പ് ഈശ്വര ചൊറിച്ചില്. ഇന്നത്തെ വീഡിയോന്റെ ടൈറ്റിൽ ഞാൻ ഉറപ്പിച്ചു, ചൊറിച്ചിൽ. വേറെ വഴിയില്ല. എന്താ ചെയ്യുക? അന്നത്തെ ദിവസം ഫുള്ള് ചൊറിച്ചിലാണ്. ഈ വായന്ന് നല്ലത് എന്തെങ്കിലും വരുമോ പ്ലീസ്? എന്നാൽ ഞാൻ ചൊറിച്ചിൽ എന്നുള്ള ടൈറ്റിൽ മാറ്റാം. വേണ്ടത്ര. അപ്പൊ സാമ്പാർ നന്നായിട്ടുണ്ട്. ശരി. സാമ്പാർ കഴിക്കൂ. അതിൽ നേരിട്ടിട്ട് കഴിയിട്ടിട്ട് കുക്കല്ലേ? ഉപ്പില്ലേ? ഉപ്പില്ലടാ. ഉപ്പും പാത്രം തരൂടാ. ശരി, കുക്കർ എടുത്തിട്ടോളാം.
ഞാൻ കഴിക്കില്ല, ആരെങ്കിലും കഴിക്കും. പപ്പടം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നില്ലല്ലോ. എന്നുണ്ട് പപ്പടം കൊണ്ടുവരാൻ? ഉപ്പ് നട്ടിട്ട് ഇളക്കിക്കാണ്. ഉപ്പിന് വലിയ പുളിയൊന്നുമില്ല. ആട് ഒഴിച്ചോ. എന്താ ഉപ്പല്ലേ? ഉപ്പ് തന്നെയാണ് അത്. മൊത്തത്തിലാണ്ട് ഒഴിച്ചോ, നല്ല സൂപ്പറാവും. അത് ധൈര്യമായിട്ട് ഒഴിച്ചോ. നല്ല കറക്റ്റാണ്. എൻ്റെ കണ്ണിൽ മസാല അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടാ ഒന്ന് വെച്ചിട്ടുണ്ടാക്കല്ലേ. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ എടുക്കണ സമയത്ത് നല്ല കറക്റ്റായിട്ട് ഉപ്പൊക്കെ പിടിച്ച് ആ വെള്ളമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടാവും, ഉറപ്പാ. ഞാൻ അച്ചാറവിടെ അച്ചാർ തരാം. വായിൽ വെച്ച് നോക്കൂ. ഉപ്പ് സാറില്ല. എരുണ്ടോ? സാറില്ല. എരിവ് പുളി മധുരം. നമുക്ക് പാകാ. എരിവ് പുളി മധുരം കാര്യങ്ങളൊക്കെ നമുക്ക് പാകാണ്. ഉപ്പും പാകാ, എരിവൊക്കെ പാകാം. ഉപ്പിടണായിരുന്നു അല്ലേ? ആ അതന്നെ, ഉപ്പില്ലാത്തോണ്ട് ഒരു സാറ് തോന്നില്ല. കുട്ടീനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാറായി. 3 മണിയായി. ഞാൻ അതിൻ്റെ പിന്നാലെ ചുറ്റട്ടെ. എന്തായാലും വെയിലില്ല കേട്ടോ, സമാധാനമായിട്ട് പോയിട്ട് വരാം. മറ്റത് പൊരിഞ്ഞ വെയിലായിരിക്കുമല്ലോ, കരിഞ്ഞ് കരിക്കട്ടെ ആവുമല്ലോ. ഇത് സമാധാനമായിട്ട് പോയി വരാം. വേണ്ട അത്തരം തന്നാൽ മതിയായിരുന്നു തിരിച്ചു വരുമ്പോഴേക്കും. ഇത് വാ. കുട്ടികളുടെ ഹാപ്പി ബർത്ത്ഡേ കിട്ടിയില്ല. ഹാപ്പി ബർത്ത്ഡേ. ആര് വന്നതാ? സ്കൂളില് പേരെന്താ? പേരെന്താ? കുട്ടിയുടെ പേരറിയില്ല അല്ലേ? പേര് മിസ് പറഞ്ഞ് കേൾക്കാണ്ട്, പക്ഷെ അതിപ്പോ അറിയാം. എന്നാ പോവാ നമുക്ക്. പെൻസിലുണ്ട്. പെൻസിലുണ്ടോ? ഫ്രീ ആയിട്ട്? പുതിയ പെൻസിൽ. എങ്ങനെ? അല്ല, കുട്ടിയുടെ അടുത്ത് കിട്ടിയതാ. അതിന്റെ അമ്മ കൊണ്ടുവന്നതാ. ഇത് കൈ പിടിക്കുവോ? വിടരുതട്ടോ, വിടരുതട്ടോ. ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞു. ഹാർപ്പിക്ക്, ബിസ്ക്കറ്റ്. എവിടെ പോയി ചോക്ലേറ്റ്? ചോക്ലേറ്റ് ആണ്. അതെന്താണ്? അതെന്താണ്? ഒക്കെ അത് കക്കൂസിന്റെ ആശായതാ. കക്കൂസില് അഴിക്കുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പോവാളിതാ. അതിൽ കടയും കളഞ്ഞത്. ഇത് വാങ്ങാൻ നിന്നിട്ട് ഇത്ര നേരം മണിക്ക് എന്താ വരാത്ത മാങ്ങ? ആ ഇതിനകത്തുണ്ട്. ആ അച്ഛൻ മാങ്ങട്ടോ. ആ പെൻസിലും ഒരു റബ്ബറും കിട്ടിയില്ലേ? സ്കെയിലും ഉണ്ട്. സ്കെയിലും ഉണ്ട് അല്ലേ? എന്തിനാത് കുഞ്ഞെനിക്ക് എഴുതാനോ? ഇത് എന്തിനു വന്നതാ? ആര് വന്നതാ? സ്കൂളിലത്തെ ഹാപ്പി ബർത്ത്ഡേക്ക്. ആ ക്ലാസ്സിൽ ഏതോ കുട്ടിയുടെ ഒരു പിറന്നാളുണ്ട്, ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ചോക്ലേറ്റും എല്ലാ കുട്ടികൾക്കും ഒരു പെൻസിലും റബ്ബറും ഉള്ളൊരു സാധനം മേടിച്ചു കൊടുത്തിട്ടുണ്ടാവും. അതാണത്. ഇച്ചിരി പൈസ ഉള്ള അച്ഛനമ്മമാരുണ്ടാവേ. അപ്പൊ അവരെന്ത് ചെയ്യും? കുട്ടികൾക്ക് സന്തോഷല്ലേ? ക്ലാസ്സിലത്തെ എല്ലാ കുട്ടികൾക്കും കണ്ട് കൊടുക്കുക. മാങ്ങ എങ്ങനെയുണ്ട്? കൊള്ളാവാ? ഞാൻ മുറിച്ച് മധുരം കമ്മിയാ. ആരും കമ്മിയല്ലേ? നല്ല കമ്മിയാ. കടിച്ചാ പോണില്ല. കടിച്ച പോണില്ലേ? തോല് തത്തായിട്ടെ തോലൊക്കെ ചെത്തി. അല്ല തോലൊക്കെ ചെത്തിയതാ. അതാ കണ്ടോ, തോല് ചെത്തിയതാ. ഇങ്ങനെയൊക്കെ എന്താ കടിച്ച് കടിച്ച് ഇങ്ങനെ തിന്നോ പതുക്കെ. നല്ല നേരം പോവുമല്ലോ, പതുക്കെ തിന്നാ മതിയല്ലോ. മഞ്ച്. ആ ഒരു മഞ്ച് കഴിച്ചു കഴിഞ്ഞാ? എനിക്ക് തന്നു. തന്നാ? ഇനി അതാർക്കാ? അച്ഛനാ? അച്ഛനുള്ളതാണോ? എന്താ മനസ്സ് സമ്മതിക്കാത്ത? അച്ഛനാണോ ആ മഞ്ച്? വാവ പിന്നെ അച്ഛനെ നീട്ടിയത് എന്തിനാ? അച്ഛനാണോ? വ്ളോഗ് എടുക്കാൻ എന്താണ് അല്ലേ? വ്ളോഗ് എടുക്കാൻ തന്നതാണോ? നോക്കട്ടെ. വ്ളോഗ് എടുക്കാൻ തന്നതാട്ടോ, അച്ഛന് തിന്നാൻ തന്നതൊന്നല്ലേ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട അല്ലേ? ക്ലീൻ ആക്കിയ സാധനം ആക്കിക്കൊണ്ടിരിക്കുക. ഞാൻ അച്ഛൻ എടുക്കണില്ല. ജമ്പോ ഹാർപ്പിക്ക് നന്നായിട്ട് വൃത്തിയാക്കണേ. കക്കൂസ് ഇതെന്താ പൊട്ടിച്ചിടാത്ത? ഇത് പൊട്ടിന്നു. എവിടെ പൊട്ടി? ആട് പൊട്ടി? ഇവിടെ കാണിച്ചു കൊടുത്ത വാവേ. വണ്ടി മുന്ന് വീണതാണേ. പൊട്ടിച്ചോ? വണ്ടി മുന്ന് വീണു. പൊട്ടിയത് വേണ്ട, പൊട്ടിയത് അച്ഛനെ തന്നോളാം. എല്ലാം പൊട്ടിയതന്നെ. ഇത് വാങ്ങിക്കുന്ന പേരാവേ.
ഇതില് നടുരാത്രിയില് ഇത് പൊട്ടിയില്ല. ഇത് ഉണ്ടാണ് കോമഡി. ആ പൊട്ടാത്തത് വെച്ചോ. അവേ വാങ്ങിക്കും കേട്ടോ. ഓക്കെ വാങ്ങിക്കും. കഴിക്കാട്ടോ. വിശക്കുണ്ട്. അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്ക് വെച്ചിട്ട് നടുരാത്രി പൂച്ച കട്ടുന്ന പോലെ ഉണ്ടാവും. ഇതിന് തുറക്കണ ഒച്ച കേൾക്കാം നടുരാത്രിയില്. ഈ രാത്രിയിൽ ഇത് തുറക്കണേന്റെ ഒച്ച എന്തിനാ ഇയാള് കേൾക്കണേ? അപ്പൊക്കെ എങ്ങടെ ഈ ഉണരണത്? എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ അതുകൊണ്ട്. എന്നിട്ട് രാവേ നോക്ക്. ഈ കല്യാണരാമനില് ഇന്നസെന്റ് പറഞ്ഞ മാതിരി അയ്യോ അതന്നെ മദ്യം തന്നെ ആരെയും നട്ടപ്പാതിരിക്ക് മദ്യം ഒഴിക്കണെന്ന് പറഞ്ഞിട്ട് നേരെ ക്ലാസ് എടുത്തുകൊണ്ട് പോകല്ലോ. അതേപോലെയാ ഈ പാത്രത്തിന്റെ സൗണ്ട് കേട്ട ഏത് ഡീപ്പ് സ്ലീപ്പിൽ നിന്നും അമ്മ ഉണ്ട്. ഞാൻ ഡീപ്പ് സ്ലീപ്പ് അല്ലല്ലോ. അങ്ങനത്തെ ആളാ. അതുപോലെ നോക്ക് രാവിലെ നേരെ മുകളിൽ വരും. എന്തോ പൂച്ച എന്തോ കട്ടിന്ന പോലെ എടുത്തു പോകും. 3 ബിസ്ക്കറ്റ്. പിന്നെ 2-3 ബിസ്ക്കറ്റ്. ഒരു ബിസ്ക്കറ്റ് ഏറി പോയാൽ ഞാൻ അത്ര എടുക്കുള്ളൂ. അത് മൾട്ടിപ്പിൾ ഓക്കെ കഴിക്കാനല്ലേ വാങ്ങിക്കുന്നത്. ഇപ്പം എത്ര ബിസ്ക്കറ്റ് എടുത്താൽ വാങ്ങിച്ചു തരുന്നാലും അങ്ങേരാണ്. എന്നിട്ട് അതിന്റെ വല്ല സ്നേഹം ഉണ്ടോ? രാവിലെ എന്തിനാ ചൊറിഞ്ഞേ? ഒരു ഭർത്താവിന് ഭാര്യ ചൊറിയാനുള്ള ലൈസൻസ് ഉണ്ട്. ഞാൻ ചൊറിയണ്ട രാവിലെ. ഏസിട്ടേനല്ല കറണ്ട് ബില്ല് ഓവറാവണേനായി പറയണത്. അതിപ്പോ അച്ഛന്റെ കയ്യിൽ നിന്ന് ബൈക്കിൽ നിന്ന് വീണത് അല്ലേ വാവേ? കറണ്ട് ബില്ല് ഓവറായെങ്കിൽ അവിടെ ഇടണ്ട. ഞാൻ ഇടും. ഇപ്പൊ മനസ്സിലായി ഫിഷ് ആണെന്ന്. വാല് കണ്ടപ്പോ ആദ്യം കണ്ടപ്പോ ഫേസ് കണ്ടപ്പോ തവളേന്ന് കരുതി. കൊറേ ഉണ്ടല്ലോ കളറുകള്. നിങ്ങൾക്കൊന്നും വിശക്കണില്ലേ? നല്ല വിശക്കുണ്ട്. ദോശ ചട്ടി വെക്കായിരുന്നില്ല എന്നാ എടുക്കട്ടെ. അതിന് വിശക്കുണ്ടല്ലോ. ഫസ്റ്റ് ഡിന്നർ ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അമ്മുവിന്റെ കുട്ടിയുടെയും. അതവിടെ ഇരിക്കട്ടെ. കളടിക്കില്ലേ? ആ കുട്ടീനെ കൊണ്ട് ഒറ്റയ്ക്ക് തീറ്റിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? തനിയെ ഒറ്റയ്ക്ക് കഴിച്ചോളോ? ഒറ്റയ്ക്ക് കഴിക്കോ? ഇത് വെക്കി. അത് ഇത് വാങ്ങിയോടെ എവിടെയെങ്കിലും വെക്കിക്ക്. വയ്യ എല്ലാം കൂടി. ബാഗും സാധനങ്ങളൊക്കെ ഫോണ് കാണാതെ കുട്ടിക്ക് വായിൽ നിന്ന് ഒരു വറ്റ് ചോറിറങ്ങില്ല. എന്താണെന്നറിയാൻ പാടില്ല. ശീലിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ അതല്ലാതെ ചെയ്യില്ല. എന്താ അമ്മ ഇങ്ങനെ ശീലിപ്പിക്കാവോ? പറയൂ. കഴിച്ചാൽ മതി എങ്ങനെയായാലും. എനിക്ക് വയ്യ. ഷർട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതോ നല്ല ലുക്ക്. ബ്ലാക്ക് കളർ. ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണോ ഞാൻ സ്ലിം ആയതുകൊണ്ടാണോ? രണ്ടുമാണ്. സ്ലിം അല്ല, കുറച്ച് വെള്ളം വെച്ച പോലെ ഉണ്ട്. വെള്ളം വെച്ചോടാ 2 കിലോ കൂടി. 69 സംതിങ് ഉണ്ടായിരുന്നിടത്തുനിന്ന് 72 എത്തി. എന്നാലും കുഴപ്പമില്ല. നല്ല രസമുണ്ട് ഫീലിംഗ്. എനിക്ക് വയ്യ. ഇന്ന് ട്യൂഷനില്ലേ? വിളിച്ച് ട്യൂഷനില്ല. എന്താ? കുട്ടിയുടെ വീട്ടിലായാലും ആൾക്കാരുണ്ടെന്നോ? ഏതാൾക്കാര്? കുട്ടികളുടെ വീട്ടില് പുറത്തുനിന്ന് ഇരുപത് ആൾക്കാർ വത്താൻ റിലേറ്റീവ്സ് വന്നിട്ടുണ്ട് ഇത്ര. അത് വന്നുകൊണ്ട് അന്ന് വത്താൻ പറയണ്ട. അപ്പൊ 2 കൂടി അയച്ചു പോയില്ല. അതുകൊണ്ട് പിന്നെ ട്യൂഷനില്ല അത്ര. എന്ത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊക്കെ സൂപ്പറായിട്ട് പറഞ്ഞു. അവരുടെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കണ്ടേ ഗസ്റ്റ് വന്നു കഴിഞ്ഞാല് അല്ലേ? ഇത്രയും വിവരമുണ്ടോ ചത്തുമണിക്ക്? അമ്മ പറഞ്ഞു തന്നത്. വെറുതെ അല്ലേ? അതുകൊണ്ടാണല്ലേ പറഞ്ഞു കൊടുക്കണേ. അതാണ് ടീച്ചറെ. അമ്മ അരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെക്കൻഡ് ഡിന്നർ ഇത് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ടൈം ഇപ്പം ഏകദേശം 9 മണിയായി. സ്റ്റാർട്ട് ചെയ്യാല്ലേ? ദോശ എത്ര എണ്ണം? പച്ചദോശ ആണോ വെള്ളദോശ ആണോ? ഞാൻ പറഞ്ഞല്ല, എന്റെ ഹെൽത്ത് പേട്ടന്റെ കയ്യിലാണ്. അതിനനുസരിച്ച് ചെയ്യും. 3 ദോശ വേണം. മാമ്പഴം കട്ട് ചെയ്യണം. 3 ദോശ മതി. അത് വെയിറ്റ് കൂടുന്നോണ്ടാണ്. ഭയങ്കര ഇതായിട്ടുണ്ട്. അറിയാം, മനസ്സിലാവുന്നുണ്ട്. ഇരിക്കുമ്പോ കൊറേ നേരം ഇയാൾ അടുത്തേക്ക് ചെല്ലുമ്പോഴേ ഈ സാധനം ഉണ്ടല്ലോ, അതുണ്ടോ ഇതിന്റെ മുകളിലൊക്കെ ചെന്ന് ഇങ്ങനെ ഇടിക്കും കൊമ്പ. നോക്ക് ഇവിടെ ഞാൻ നോക്കിട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ കഴുകാണ്. ഇത് കിടക്കും എവിടെ ഇടിക്കണെന്ന്. എനിക്ക് കഷ്ടം. എന്നിട്ട് ഞാൻ ഇങ്ങനെ കുമ്പിട്ട് ചെയ്യുമ്പോ ഇവിടെയും പെയിന്. ഞാൻ എന്താ ചെയ്യാ? എങ്ങനെയാ ഞാൻ കഴുകണ്? നല്ല ബുദ്ധിമുട്ടാ. ഇത് നോക്ക്. ഇത് തന്നെ എനിക്ക് ഹൈറ്റ് ആണ്. വെറുതെ കുക്ക് ചെയ്യുമ്പോ ഇവിടെ ഇടിക്കണ്ട്. ഇത് പിന്നെ പോട്ടെ. ഇതാണ് പാത്രം കഴുകലാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കണം. ഇതാണ് അവിടെ വന്ന് ഇടിക്കണത്. ഇടിക്കുമ്പോ ഉണ്ടല്ലോ ഒരുമാതിരി ട്രിക്കിംഗ് ആണ്. ഭയങ്കര ഒരു കുത്തല്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് രാജു വിളിച്ചിരുന്നു.
വെറുതെ അന്വേഷിക്കാൻ കുറച്ചു നേരം സംസാരിച്ചു എങ്ങനെയുണ്ട് ഏതാന്ന് ഇങ്ങനെയും സംസാരിച്ചു കുറച്ചു നേരം. ഓ പിന്നെ ഇപ്പൊ എങ്ങനെയുണ്ട് US മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതും ചോദിച്ചില്ല. ഇവൾക്ക് പഠിപ്പിക്കാനുള്ള അതില് അവന്റെ കാര്യങ്ങൾ അന്വേഷിച്ചു. ഞാനത് അവിടെ അവിടെ അല്ല യൂറോപ്പിലല്ലേ ചുഴലിക്കാറ്റും എന്താ ചൂട് വേവ് ഒക്കെ ഉള്ളത്. ഇന്ന് അവന് ലീവല്ലേ ശനിയാഴ്ച. അപ്പൊ വിളിച്ച പിന്നെ പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. വേറെന്തോ പറഞ്ഞല്ലോ ഓട്സ് കഴിക്കാൻ പറയാം. ഓട്സ് ഓട്സ് നല്ലതാണ്. ഓട്സ് കഴിക്കാൻ ഇതല്ലേ എന്താ പറയാ പോപ്കോണിന്റെ സാധനല്ലേ കോണല്ലേ. ഓട്സ് കഴിക്കാൻ പറയാണ്. പിന്നെന്താ വേറെന്താ ഓട്സ് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിക്കും. അതില് കഞ്ഞി എനിക്കറിയാം ഉണ്ടാക്കാൻ. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കുടിച്ചിട്ടുമുണ്ട്. മഴ നിന്നു ഇനി വന്നിട്ട് കാര്യമില്ല. പാവ അവിടെ ചെരുപ്പൊക്കെ ഇടാൻ പോയിട്ട് വരികയാണ്. പെയ്യുണ്ട് പക്ഷെ അത്ര ഫാസ്റ്റ് പവറില്ല. പോയി പാവേ മഴ നിന്നു. ഇതാ സൈലന്റ് ആയി. ചെന്നം പിന്നെ ചാർന്ന് പോലില്ല ഇപ്പൊ. ഇവിടെ വളരെ അൺഎക്സ്പെക്റ്റഡ് അല്ലേ എല്ലാ സാധനവും. ഇവിടെ ഓവർ ഹീറ്റ് അല്ലേ, അപ്പൊ ആ സമയത്ത് മഴ ഉണ്ടാവും കുറച്ച്. ഒരു പാവം വരുന്നോക്ക ചെരുപ്പെടുത്തോണ്ട് പാവം ഒരു കാര്യം ഉണ്ടായില്ല. മഴ പോയി. മഴനെ ചീത്ത പറഞ്ഞോക്കാം. എന്തിനാ മഴയെ പോയി, ഞാനെ വരുമ്പോഴേക്ക് എന്തിനാ പോയി ചെരുപ്പെടുത്തോണ്ട് വന്ന് കുറച്ചു നേരം നിൽക്കുന്നില്ലേ കളിക്കുന്നില്ലേ എന്ന് പറഞ്ഞൂടെ മഴേനോട്? അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. അമ്മ ചെയ്തത് എന്തിനാ മഴ ഓഫ് ചെയ്തേ? ഞാൻ പറ. അമ്മ എന്താ പറയാ, അമ്മയ്ക്ക് മഴ ഇഷ്ടമാണ്. അമ്മയാണ് മഴ ഓഫ് ചെയ്തത്. പിന്നെ ആരാ ഓഫ് ചെയ്തത്? പിന്നെ ആരാ ഓഫ് ചെയ്തത്? നല്ല മഴയാണ്. അമ്മയ്ക്ക് ഫോൺ വെച്ചിരുന്നു ഇപ്പൊ പെയ്യുന്നതാണ്. ഒരു മാങ്ങ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. വാവുകുട്ടിക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ വയറ്റിന്ന് പോകാനൊക്കെ നല്ലതാണല്ലോ, കാരണം ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളതാണല്ലോ. അപ്പോൾ ഇതൊന്ന് മുറിച്ച് സെറ്റാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. രണ്ടുപേർക്കും കൂടി ഒന്ന് പോരടാ, രണ്ടുപേർക്കും കൂടി. ഓക്കെ. ഞാനിപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് പേരക്ക തോലളഞ്ഞ് വെച്ചിട്ടുണ്ട്. അവർക്ക് രണ്ടുപേർക്കും മാങ്ങയും തോലളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇതാണ് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാനുള്ളത്. ഇവിടെ അലക്കൽ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചു. ഞാനെൻ്റെ വ്ളോഗ് എഡിറ്റ് ചെയ്യുന്ന പരിപാടിയിലേക്ക് തിരിയട്ടെ. അപ്പോഴേക്കും ഇവരുടെ ഫുഡൊക്കെ കഴിയും. പാല് വേണോ? അതും കലക്കണോ ഇനിയിപ്പോൾ? ഓക്കേ. മൈ ഫേവറേറ്റ് POV. ഇതെന്താ മാങ്ങ ഫുള്ള് കഴിക്കാനി? മതിയോ? ഇനി ഉറങ്ങാൻ പോവാ അല്ലേ? 10:30 മണിയായല്ലോ. കുട്ടി ഉറങ്ങല്ലേ? നമുക്ക് വീഡിയോ ഓക്കെ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റേ വീണ്ടും കാണാം. ബൈ. സബ്സ്ക്രൈബ്. Thank you.